പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. പക്ഷെ അതനുസരിച്ച് ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കല്ലുമ്മളുടെ കാത് കുത്താൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഇതാ അമ്മയും ഞാനും കല്ലുമ്മളും കൂടി ഓട്ടോയ്ക്കാണ് പോണത്. ഞങ്ങൾ വണ്ടിയിലിരുന്നു അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്താവും എന്തോന്നും അറിയത്തില്ല. അപ്പോൾ നിമോചനും അച്ഛനും കൂടി വണ്ടിക്ക് വരും. പിന്നെ അമ്പക്കുട്ടനെ അംഗനവാടിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മാർക്ക് ചെയ്യുക കേട്ടോ. പക്ഷെ കല്ലുമോൾ തുടക്കത്തിൽ ഇരുന്ന് കൊടുക്കാൻ മടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്തോ ചെയ്യാൻ പോകാമെന്ന് അവൾക്ക് മനസ്സിലായെന്ന് തോന്നാം കേട്ടോ. അതിൻ്റെ തന്നെ അവൾ ഭയങ്കര വാശി നിർബന്ധമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മഴയുണ്ട് പുറത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ടാവുകയെ. അങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കാത് കുത്താനായിട്ട് തുടങ്ങുവാണ്. മാർക്ക് ചെയ്യണതിന് മുമ്പിന് കുറേ നേരം അമ്മ മടിയിലിരുത്താൻ നോക്കി. പക്ഷേ കല്ലും എമ്മം ചെയ്ത് ആരുടെയും കയ്യിൽ പോവില്ല. എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഇരുന്നത്. എനിക്കാണെങ്കിൽ കല്ലും കരയണത് കാണാൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഞാനും കരഞ്ഞു പോകും. പക്ഷേ അവളാരുടെയും കയ്യിലൊന്നും പോകണ്ടായില്ല. ആ ടൈമിൽ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അങ്ങനെ കാത് കുത്താൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ആളിരുന്നൊന്നും കൊടുക്കില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് ഇരുന്നൊക്കെ കൊടുക്കാനുണ്ട്. ഭയങ്കര കരച്ചിലാണ്. കോലുമിഠായിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കരയുമ്പോൾ കൊടുക്കാൻ വേണ്ടി. പക്ഷേ അതൊന്നും ആൾക്ക് വേണ്ട കേട്ടോ. പിന്നെ ഒരു കാത് കുത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. ഒരു സൈഡേ കുത്തിയിട്ടുള്ളേ. ഇനിയിപ്പോൾ കരച്ചിലൊക്കെ മാറിക്കഴിയുമ്പോൾ അടുത്തത് കുത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. എന്തോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. 2 ദിവസത്തേക്ക് കല്ലുമോളെ പാവം ഭയങ്കര തൊടുമ്പോഴൊക്കെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും കാത് കുത്തിയല്ലേ പറ്റൂ, പെൺകുട്ടിയല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഇതേപോലെ കരച്ചിലൊക്കെ കാണാൻ ഭയങ്കര സങ്കടം. അങ്ങനെ കാത് അടുത്തതും കൂടി കുത്തുവാണ് കേട്ടോ. അങ്ങനെ കാത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ കാത് കുത്തിയതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ഇരിക്കുന്ന മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത്. സമയവും എല്ലാം നോക്കിയിട്ട് വേണം എനിക്ക് എഡിറ്റ് ചെയ്യാനും എല്ലാം. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ ഓരോരോ വീഡിയോസായിട്ട് ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ. സ്കൂള് തുറക്കണ ബുക്കുകളൊക്കെ പൊതിയുന്നതും എല്ലാം ഞാൻ എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും വരെയൊക്കെ എത്താൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാതൊക്കെ കുത്തിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. നല്ല ഉറക്കമാണേ. അപ്പോൾ ഇതാണ് കാത് കുത്തിയതിന് ശേഷം ഞാൻ എടുത്തത് കേട്ടോ. ആൾ കരഞ്ഞ് കരഞ്ഞ് നല്ല ഉറക്കമാണ്. അപ്പോൾ ആ ഉറക്കത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാത് കാണിച്ചതാണേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ വന്നെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കല്ലുമോളും ഭയങ്കര ബഹളമായിരുന്നു. താഴെ നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ ആരുടെയും കഴിയില്ലായിരുന്നു. അപ്പോൾ എന്നെ അന്നും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തേൻ്റെ ബാക്കി വീഡിയോ ഉണ്ട് ഇത്. അപ്പോൾ ഇന്നലെ നമ്മൾ വീട്ടിൽ വന്നെങ്കിലും കല്ലുമോള് ആരുടെയും കയ്യിൽ അങ്ങനെ പോകണ്ടായില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഒന്ന് അമ്മയുടെയും ചേട്ടൻ്റെയിലൊക്കെ ഒന്ന് പോയത് കേട്ടോ. പിന്നെ കറിയൊക്കെ വെച്ചത് ഇന്നലെ ചീരക്കറിയുടെയൊക്കെ തുടക്കമാണ് നമ്മൾ വീഡിയോയിലെടുത്തത്. പക്ഷേ കറിയൊക്കെ വെച്ചത് പിന്നെ അമ്മയാണ്. അപ്പോൾ കല്ലുപ്പത എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇരുന്ന് അളന്ന് കളിക്കുവാണ്. ചെറുതായിട്ട് ഇങ്ങനെ വേദന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കൈ ഇങ്ങനെ തട്ടുമ്പോഴൊക്കെ ജസ്റ്റ് ഒരു വേദനയൊക്കെ ആൾക്കുണ്ട്. എന്തായാലും അങ്ങനെ കല്ലുമ്മളുടെ കുത്തി അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ. ഇന്നലെ ഇവിടെ ഞങ്ങൾക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏകദേശം ഉറങ്ങിയത് വെളുപ്പിനായിട്ടാണ്. 2 മണിയുടെയൊക്കെ അടുത്തായിരുന്നു. കറണ്ട് പോയി വന്നൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ ഒന്ന് റെഡി ആയിട്ടൊന്നുമില്ല. അപ്പം അമ്പുക്കുട്ടനെ എഴുന്നേറ്റിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഇതൊക്കെ ഞാൻ റെഡിയാക്കുവാണ്. ചായയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ചായയൊക്കെ കുടിച്ച് കറിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം അമ്പുക്കുട്ടനെ അംഗനവാടിയിലാക്കണം. ഇന്നിപ്പോൾ കുറച്ച് തുണികളൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. ഇന്ന് മഴ ദിവസമാണെന്ന് തോന്നുന്നു. രാവിലെ നല്ല മഴയായിരുന്നു. അമ്പലത്തിൽ പോയപ്പോൾ കേട്ടോ. അമ്പലത്തിൽ എഴുന്നേറ്റിട്ടില്ല. പിന്നെ പെട്ടെന്ന് തന്നെ രാവിലത്തെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ.